സെപ്റ്റംബർ 26 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അമാൻസിയൂസ്, വിശുദ്ധ കല്ലിസ്ട്രാറ്റൂസും കൂട്ടരും, വിശുദ്ധ കോൾമെനല്ലോ, വിശുദ്ധ സിപ്രിയനും ജുസ്തിനായും, വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ, വിശുദ്ധ എവൂസേബിയൂസ്, വിശുദ്ധ കോസ്മോസും ദെമിയാനോസും. വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ 1897 1978 കാലഘട്ടത്തിലാണ് വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ ജീവിച്ചിരുന്നത്. ജോവാനി ബെത്തിസ്ത എൻറിക്കോ അന്തോണിയോ മരിയ മൊന്തീനി എന്ന അദ്ദേഹം ഇറ്റലിയിലെ ബ്രസ്സയിലാണ് ജനിച്ചത്. 3 ആൺമക്കളിൽ രണ്ടാമനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോർജിയോ ഒരു അഭിഭാഷകനും എഡിറ്ററും ഒടുവിൽ ഇറ്റാലിയൻ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസിലെ അംഗവുമായിരുന്നു. അമ്മ ഗ്യൂഡിറ്റ കാത്തലിക് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഈശോ സഭ വൈദികരുടെ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം സെമിനാരിയിൽ ചേർന്ന് 1920 വൈദികനായി. മിലാനിലും റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലും ഉപരിപഠനം നടത്തുകയും സഭാ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. പോളണ്ടിലെ പേപ്പൽ നൂൻഷ്യോയുടെ ഓഫീസിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷം 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് വത്തിക്കാനിലെ വിദേശകാര്യാലയത്തിൻ്റെ മേധാവിയായിട്ട് പ്രവർത്തിച്ചു. വത്തിക്കാൻ സെക്രട്ടേറിയറ്റിൽ 30 വർഷം ജോലി ചെയ്തു. ഫെഡറേഷൻ ഓഫ് ഇറ്റാലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ചാപ്ലിനായി പ്രവർത്തിച്ചു. അവിടെ അസംതൃപ്തരായ തൊഴിലാളികളെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം സ്വയം തൊഴിലാളികളുടെ ആർച്ച് ബിഷപ്പ് എന്ന് വിളിക്കുകയും 2-ാം ലോകമഹായുദ്ധത്തിൽ തകർന്ന ഒരു പ്രാദേശിക പള്ളിയുടെ പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനിടയിൽ പതിവായി അവിടുത്തെ ഫാക്ടറികൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹം മിലാൻ്റെ ആർച്ച് ബിഷപ്പായി നിയമിതനായി. ജോൺ 23-ാമൻ മാർപ്പാപ്പ മൊന്തീനിയെ കർദിനാളായി ഉയർത്തി. 2-ാം വത്തിക്കാൻ കൗൺസിൽ നടക്കുന്ന സമയത്ത് ജോൺ 23-ാമൻ്റെ ദേഹവിയോഗത്തെ തുടർന്ന് കർദിനാൾ മൊന്തീനി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പോൾ ആറാമൻ എന്ന പേര് സ്വീകരിച്ചു. മാർപ്പാപ്പ സ്ഥാനത്തോട് ബന്ധപ്പെട്ട നിരവധി രാജകീയ പരിവാരങ്ങളെയും ആഡംബരങ്ങളെയും പോൾ ആറാമൻ മാർപ്പാപ്പ നിർത്തലാക്കി. 1965 അദ്ദേഹം ലോക ബിഷപ്പുമാരുടെ സിനഡ് സ്ഥാപിക്കുകയും അടുത്ത വർഷം 75 വയസ്സ് തികയുമ്പോൾ ബിഷപ്പുമാർ രാജിവെക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. 1970 80 വയസ്സിന് മുകളിലുള്ള കർദിനാൾമാർ ഇനി കോൺക്ലേവുകളിൽ വോട്ട് ചെയ്യുകയോ ഹോളീസിയുടെ മേജർ തലവനാകുകയോ ചെയ്യില്ലെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. ഓഫീസുകളും കർദിനാൾമാരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിപ്പിച്ച അദ്ദേഹം പല രാജ്യങ്ങൾക്കും അവരുടെ ആദ്യ കർദിനാളിനെ നൽകി. ഒടുവിൽ വിശുദ്ധ സിംഹാസനവും 40 രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചുകൊണ്ട് 1964 അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ഒരു സ്ഥിരം നിരീക്ഷക ദൗത്യം സ്ഥാപിച്ചു. 2-ാം വത്തിക്കാൻ കൗൺസിൽ പുനരാരംഭിക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്തു. കാനൻ നിയമം പരിഷ്കരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകി. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുമായുള്ള ഐക്യം മാർപ്പാപ്പ പ്രത്യേക ലക്ഷ്യമാക്കിയെടുത്തിരുന്നു. സഭ ലോകത്തോട് സംവദിക്കുന്നതിനും ലോകത്തിൽ സമാധാനവും നീതിയും സമൃദ്ധമാകുന്നതിനും വേണ്ടി പ്രവർത്തിച്ചു. നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ കേന്ദ്രീകൃതമായിരുന്ന സഭയെ അദ്ദേഹം ലോകം മുഴുവനിലേക്കും തുറവുള്ളതാക്കി. വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങളുടെയെല്ലാം ആത്യന്തിക ലക്ഷ്യം വിശുദ്ധിയിലേക്കുള്ള സാർവത്രികമായ ക്ഷണത്തെ ഓർമ്മപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വിശുദ്ധ പത്രോസിൻ്റെ കാലത്തിന് ശേഷം വിശുദ്ധ നാട്ടിലെത്തിയ ആദ്യ മാർപ്പാപ്പയായിരുന്നു പോൾ ആറാമൻ മാർപ്പാപ്പ. ഇന്ത്യയിൽ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലും എല്ലാ വൻകരകളിലും അദ്ദേഹം സന്ദർശനം നടത്തി. തൻ്റെ പിൻഗാമികളായ ജോൺ പോൾ ഒന്നാമൻ, ജോൺ പോൾ രണ്ടാമൻ, ബെനഡിക്ട് 16-ാമൻ എന്നീ മാർപ്പാപ്പമാരെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയത് പോൾ ആറാമനായിരുന്നു. അദ്ദേഹം മഹത്തായ ആനന്ദം നിറഞ്ഞ വ്യക്തിയായിരുന്നു എന്ന് പോൾ ആറാമൻ മാർപ്പാപ്പയുടെ കുമ്പസാരക്കാരനായിരുന്ന ഈശോ സഭ വൈദികൻ പൗളോ ദെസെ സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹം 7 വിജ്ഞാനകോശങ്ങൾ എഴുതിയിരുന്നു. 1968 മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തേത് ഹ്യൂമാനെ വിറ്റയിൽ കൃത്രിമ ഗർഭനിരോധനം നിരോധിച്ചു. 1978 ഓഗസ്റ്റ് 6 അദ്ദേഹം ദിവംഗതനായി. 2014 ഒക്ടോബർ 19 ഫ്രാൻസിസ് മാർപ്പാപ്പ പോൾ ആറാമനെ വാഴ്ത്തപ്പെട്ടവനായി നാമകരണം ചെയ്തു. 2018 ഒക്ടോബർ 14 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു.